MPFL എന്ന് പറയുന്ന ലിഗമെൻറ്റ് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ACL, PCL, മെനിസ്കസ് പോലെ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു ഇഞ്ചുറി അല്ല. എന്നാൽ ആ മുട്ടിൻ്റെ സൈഡിലുള്ള ഒരു ലിഗമെൻ്റാണ്. അപ്പോൾ ഇത് ഡാമേജ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചിരട്ട പുറത്തോട്ട് തെറ്റിപ്പോവുകയും പേഷ്യന് അസഹ്യമായ വേദന വരികയും ചെയ്യും. നമ്മളതിനെ അക്യൂട്ട് പട്ടലാർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. സാധാരണഗതിയിൽ MPFL ഇഞ്ചറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളതിന് MPFL റീകൺസ്ട്രക്ഷൻ എന്ന് പറയും. ഒരു ലിഗമെൻ്റ് ഉപയോഗിച്ച് മുട്ടിലുള്ള ഈ ചിരട്ടയുടെ സൈഡിലുള്ള ഈ ലിഗമെൻറ്റിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുക ചെയ്യാറുള്ളത്. ഇനി ചില കേസുകളിൽ ഈ MPFL ഇഞ്ചറി അല്ലാണ്ട് തന്നെ ഇപ്പോൾ പേഷ്യൻ്റെ ചിരട്ടയിലുള്ള ഈ അനാട്ടമിക്കൽ വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, ചിരട്ട ഇരിക്കുന്ന സോക്കറ്റ് ഉണ്ട്, ട്രോക്ലിയ. ഈ ട്രോക്ലിയ ഡിസ്പ്ലേസിയ എന്ന് പറയും. ഈ സോക്കറ്റിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും അനാട്ടമിക്കൽ വേരിയേഷൻ, അതുപോലെ തന്നെ മുട്ടിൻ്റെ അലൈൻമെൻറ്റിലുള്ള എന്തെങ്കിലും മാൽ അലൈൻമെൻറ്റ്, ഈ ഇഷ്യൂസ് കൊണ്ട് തന്നെ നമുക്ക് ചിരട്ട തെറ്റാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂസും നമ്മൾ ഈ MPFL റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പരിഹരിക്കേണ്ടതാണ്.